കരുത്തു തെളിയിച്ച് മണ്ണൂരിൽ LDF തെരഞ്ഞെടുപ്പ് റാലി. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ചുവപ്പ് കൊടിയുമേന്തി റാലിയിലും പ്രകടനത്തിലും അണിനിരന്നത്. രണ്ടിടങ്ങളിൽ നിന്നായി വാദ്യമേളങ്ങളും ബാൻഡ് വാദ്യങ്ങളുടെയും അകമ്പടിയോടെ നീങ്ങിയ റാലി മണ്ണൂർ കൂട്ടുമുക്കിലെത്തി ഒന്നിച്ച് അണിനിരന്ന ശേഷം റാലി നടക്കുന്ന മൈതാനിയിലേക്ക് നീങ്ങി. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടും നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി റാലി ഉദ്ഘാടനം ചെയ്തു. V മോഹനൻ അധ്യക്ഷത വഹിച്ചു. 5 വർഷം കൊണ്ട് കേരളത്തിൽ പ്രവചിക്കാനാകാത്ത വികസന പെരുമഴയാണ് നടത്തിയിട്ടുള്ളതെന്നും അതുകൊണ്ട് ഇനിയും LDF തന്നെ കേരളം ഭരിക്കുമെന്നും നിതിൻ കണിച്ചേരി പറഞ്ഞു. ഞാനും നിങ്ങളുമെല്ലാം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മുന്നണിയുടെ രാഷ്ട്രീയത്തിനു വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് എങ്ങനെയാണ് മണ്ണൂരിൽ, ഈ ഒറ്റപ്പാലത്ത്, പാലക്കാട്, കേരളത്തിൽ, ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതെങ്ങനെയാണ് തിരികെ പ്രതിഫലിക്കുന്നത്? നിങ്ങൾ നോക്കൂ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ 2025 ഡിസംബർ മാസത്തിൽ കേരളത്തിൽ നടക്കുമ്പോൾ ഇന്ത്യയിലാകെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചർച്ചയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശികമായ പഞ്ചായത്ത് തലത്തിലേക്ക്, കോർപ്പറേഷൻ തലത്തിലേക്ക്, മഹാനഗരങ്ങളുടെ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളാണ് ആ സംസ്ഥാനത്ത് പോലും വാർത്താ മാധ്യമങ്ങളുടെ മുഖ്യ വാർത്തയിൽ ഉൾപ്പെടാറുള്ളത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക്, അതോടൊപ്പം നമ്മുടെ നാട്ടിലെ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റി തുടങ്ങിയ സംവിധാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, ജനങ്ങളെല്ലാം വലിയ കൗതുകത്തോടുകൂടി ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ, രാഷ്ട്രീയ ചർച്ചകളെ, തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സമരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ഇത്രയും സവിശേഷമായ ഒരു രാഷ്ട്രീയ ശ്രദ്ധയുണ്ടാകുന്നത്? PV പീതാംബരൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. NCP ജില്ലാ സെക്രട്ടറി കൈപ്പുറം അബ്ദുൾ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് കോങ്ങാട് ഡിവിഷൻ സ്ഥാനാർത്ഥി PR ശോഭന എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ സ്വാഗതവും OM മുരളി നന്ദിയും പറഞ്ഞു.